എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. പി എസ് സി ഡിലീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിന് നമ്മൾ ആൻസർ ചെയ്തിട്ടില്ലെങ്കിൽ നെഗറ്റീവ് മാർക്ക് വരുമോ എന്നുള്ളൊരു ഡൗട്ട്. അപ്പം നമുക്കറിയാം, പി എസ് സി പ്രൊവിഷണൽ ആൻസർ കീ പ്രസിദ്ധീകരിക്കുമ്പം എല്ലാ ക്വസ്റ്റ്യനും ആൻസർ മാർക്ക് ചെയ്തിട്ടാണ് വരുന്നത്. അതേസമയം ഫൈനൽ ആൻസർ കീ പ്രസിദ്ധീകരിക്കുമ്പോൾ ചില ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഡിലീറ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ഒരു ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യന് ആൻസർ ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും ഉള്ള കുഴപ്പമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു കാര്യം ആലോചിക്കുക, ഈ ഡിലീറ്റ് ചെയ്ത ആ ഒരു ക്വസ്റ്റ്യൻ്റെ മാർക്ക് അവിടെ കണക്ക് കൂട്ടുന്നില്ല, അത് അവിടെ ഒഴിവാക്കിയിടുകയാണ് ചെയ്യുന്നത്. അപ്പം അതിൽ നമ്മൾ ആൻസർ ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അതിന് നെഗറ്റീവ് മാർക്ക് വരുന്നില്ല. അതിപ്പോൾ നമ്മൾ ആ ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ട്, അതായത് പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം നമ്മുടെ ഉത്തരം ശരിയാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് അവിടെ ഒരു മാർക്ക് കുറഞ്ഞു പോകും. അതേസമയം ആ പ്രൊവിഷണൽ ആൻസർ കീ വെച്ചിട്ട് നോക്കുമ്പോൾ അതിൽ ആൻസർ തെറ്റായിട്ടുള്ളവർക്ക് അത് ഒരു പ്ലസ് പോയിന്റ് ആണ്, ഒരു നെഗറ്റീവ് കുറയും. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാത്ത രീതിയിൽ, അതായത് നമുക്ക് അവിടെ നെഗറ്റീവ് മാർക്ക് ഒരിക്കലും വരില്ല. അത് തെറ്റിച്ച് ചെയ്തവർക്കാണെങ്കിലും ശരിയായിട്ട് ചെയ്തവർക്കാണെങ്കിലും മാർക്ക് ചെയ്യാത്തവർക്കാണെങ്കിലും അവിടെ ഈ ഒരു ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ അവിടെ പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ അത് ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിൽ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം ശരിയാക്കിയ ഒരാൾക്ക് അവിടെ ഒരു മാർക്കാണ് കുറഞ്ഞു പോകുന്നത്. അതേസമയം പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം ആ ക്വസ്റ്റ്യന് ആൻസർ തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഒരു പ്ലസ് പോയിന്റ് ആണ്. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ കാര്യം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ഒരു കമൻ്റ് അല്ല, കുറച്ചധികം കമൻറ്റ് വരുന്നത് കൊണ്ടാണ് ഈ ഒരു ഡൗട്ട് ഞാൻ ഇതുപോലെ വീഡിയോ ആക്കിയിട്ട് ചെയ്തത്. എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാനുള്ള സമയം എനിക്കില്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.